ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, ലേൺ നോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പേര്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ വീക്ക് കഴിഞ്ഞാലും അതിന്റെ ആ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ മാസം കഴിഞ്ഞാൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും, ഡിസംബർ ഫസ്റ്റ് വീക്ക്, ഡിസംബർ സെക്കൻഡ് വീക്ക്, ഡിസംബർ തേർഡ് വീക്ക്, ലുക്ക് ബാക്ക് ടു ഡിസംബർ, അങ്ങനെ തുടങ്ങി ഓരോ വീക്കിലെയും കറണ്ട് അഫയേഴ്സും ഓരോ മാസത്തിലെയും കറണ്ട് അഫയേഴ്സും ഇപ്പോൾ ഇയർലി കറണ്ട് അഫയേഴ്സ് 2025 മുഴുവൻ വാർത്തകളാണ് നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു സൈറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തത്. ഓരോ പേപ്പറൊക്കെ നോക്കിയിട്ട് എഴുതി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, വേർ ഡിഡ് പ്രൈം മിനിസ്റ്റർ? കാണുന്നുണ്ടല്ലോ അല്ലെ, ഞാനിത് യൂസ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. വേർ ഡിഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിർച്വലി ഇനാഗുറേറ്റ് ദ SAESI എന്ന് പറയുന്നത് എന്താണ്? സാഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ സർവീസ് ഇന്ത്യ. വിർച്വലി ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. അത് എവിടെ വെച്ചിട്ടാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അദ്ദേഹം ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തിയ ഒരു വർഷമായിരുന്നു 2025. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ വേർ ഡിഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിർച്വലി ഇനാഗുറേറ്റ് ദ സാഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ സർവീസ് ഇന്ത്യ ഫെസിലിറ്റി? എവിടെ വെച്ചിട്ടാണ്? The right answer is എവിടെയായിരുന്നു? ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിർച്വലി ഇനാഗുറേറ്റ് ദ സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ സർവീസസ് ഇന്ത്യ ഫെസിലിറ്റി ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഇനാഗുറേറ്റ് ചെയ്തത്. തെലങ്കാനയാണ് സ്റ്റേറ്റ് അല്ലെ. ഇനി ദ സ്പെസിഫിക് ലൊക്കേഷൻ ഈസ് വിച്ച് ദ, ഇതിൽ നോക്കിക്കേ കുറച്ച് ഷോർട്ട് ഫോംസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. കുറച്ച് ഷോർട്ട് ഫോംസ് കൊടുത്തിട്ടുണ്ട്. SCZ, അതുപോലെ തന്നെ MRO, OEM. ഇതൊക്കെ എന്താണ്? SCZ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ്. MRO എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ്റെനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ എന്നുള്ളതാണ്. ഇനി OEM എന്ന് പറയുമ്പോൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ എന്നുള്ളതാണ്. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ എന്നുള്ളതാണ്. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ. സോ നമുക്ക് അറിയേണ്ട കാര്യം, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എവിടെയാണ്? വിർച്വലി ആണ് അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്തത്. എവിടെ വെച്ചിട്ടായിരുന്നു? അത് ഹൈദരാബാദിൽ വെച്ചിട്ടായിരുന്നു. സാഫ്രോൺ എന്നാണ് അതിന്റെ പേര് വന്നിട്ട്. അപ്പൊ സ്പെസിഫിക് ലൊക്കേഷൻ ഈസ് വിച്ച് ദ GMR Aerospace and Industrial Park Special Economic Zone at the Rajiv Gandhi International Airport ആണ് സ്പെസിഫിക് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഫെസിലിറ്റി ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഗ്ലോബൽ എയർക്രാഫ്റ്റ് എഞ്ചിൻ മെയിൻ്റെനൻസ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗ്ലോബൽ എയർക്രാഫ്റ്റ് എഞ്ചിന്റെ മെയിൻ്റെനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ സെന്റർ റൺ ബൈ ആൻ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ഡെഡിക്കേറ്റഡ് ടു സർവീസിംഗ് ലീപ്പ് എഞ്ചിൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഒരൊറ്റ കാര്യം അറിഞ്ഞു വെക്കാം. എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തത്? ഹൈദരാബാദിലാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, വേർഡ് പ്രൈം മിനിസ്റ്റർ. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഇനാഗുറേഷൻസ് നടന്ന ഒരു വർഷമാണ് ഈ 2025 എന്ന് പറയുന്നത്. വേർഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് സൗത്ത് ഇന്ത്യ നാച്ചുറൽ ഫാമിംഗ് സമ്മിറ്റ് 2025. അപ്പോൾ സമ്മിറ്റ് ഉച്ചകോടിയാണ് അല്ലെ. നാച്ചുറൽ ഫാമിംഗ് സമ്മിറ്റ് ഇനാഗുറേറ്റ് ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അത് തമിഴ്നാടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഹൈദരാബാദിലാന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചിട്ടാണ് ഇന്ത്യ നാച്ചുറൽ ഫാമിംഗ് സമ്മിറ്റ് 2025 ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു 3 ദിവസത്തെ സമ്മിറ്റ് ആയിരുന്നു കേട്ടോ. ETC 3 days സമ്മിറ്റ്, 3 ദിവസത്തെ സമ്മിറ്റ് ആയിരുന്നു. ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് നാച്ചുറൽ ഫാമിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോറം ആണ്. എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സസ്റ്റൈനബിൾ, എക്കോ ഫ്രണ്ട്ലി ആൻഡ് കെമിക്കൽ ഫ്രീ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉച്ചകോടി നടന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? അതിനൊരു പിക്ചർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിലെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആൻസർ ഉണ്ടാവും, എക്സ്പ്ലനേഷൻ ഉണ്ടാവും, വിത്ത് പിക്ചർ ആണ്. അപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ കൂടി ക്ലിക്ക് ആവും. നരേന്ദ്രമോദിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ചെന്നൈയിലാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ആ സമ്മിറ്റിന്റെ പേര് നാച്ചുറൽ ഫാമിംഗ് സമ്മിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ. അടുത്തത് ഞാൻ ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലനേഷൻ നമ്മളിതിൽ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഹു ബിക്കം നേപ്പാൾസ് ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ? അപ്പൊ നേപ്പാളില് ആദ്യമായിട്ടൊരു വനിതാ പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ്. അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് സുശീല കർക്കി. നേപ്പാൾസ് ഫസ്റ്റ് വുമൺ PM ആരാണ്? സുശീല കർക്കിയാണ്. നേപ്പാൾസ് ഫസ്റ്റ് വുമൺ CM എന്ന് പറയുന്നത് ആരാണ്? സുശീല കർക്കി. ഓക്കെ, ഇനി
ഡീറ്റെയിൽസ് നോക്കാം. സുശീല കർക്കി എന്ന് പറയുന്നത് ആരാണ്? നേപ്പാളി ലോയർ ആണ് അല്ലെ, ലോയർ ആണ്, ജഡ്ജാണ്, പൊളിറ്റീഷ്യൻ രാഷ്ട്രീയ പ്രവർത്തകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ആരായി മാറിയിരിക്കുകയാണ്? നേപ്പാൾസ് ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അതുപോലെ തന്നെ എന്തായിട്ട് മാറി? ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്ററും ആരായിട്ട് മാറി? സുശീല കർക്കി. പേര് മറന്നു പോകരുത്. ഹു ബിക്കം ദ നേപ്പാൾസ് ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ? മറന്നു പോകരുത്, സുശീല കർക്കി. ഓക്കെ, സുശീല എന്നുള്ള പേരൊന്നും മറന്നു പോവില്ല അല്ലെ, സിനിമകളിലൊക്കെ വളരെ പരിചിതമുള്ള ഒരു പേര് തന്നെയാണ് സുശീല. അപ്പൊ സുശീല കർക്കി ഈസ് എ നേപ്പാളി ലോയർ ആൻഡ് ബിക്കം ദ നേപ്പാൾസ് ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ. ജനിച്ചത് എപ്പോഴാണ്? ജൂൺ 7, 1952 ജനിച്ചത്. ഇൻ ബിരത് നഗർ. ഷീ ഹോൾഡ്സ് ലോ ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രീസ് ആൻഡ് ബിൽഡ് എ റെപ്യൂട്ടേഷൻ ഫോർ ഇന്റഗ്രിറ്റി, ലീഡിംഗ് സോഷ്യലി ഇമ്പാക്ട്ഫുൾ ജഡ്ജ്മെന്റ് ബിഫോർ ഹെർ കറന്റ് പൊളിറ്റിക്കൽ റോൾ ഇൻ ദ ട്രാൻസിഷൻ ഗവൺമെന്റ്. ജസ്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുശീല കർക്കിയാണ്. അടുത്തത്, നേപ്പാളിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്? ആദ്യം അതിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ എന്നാണ്. ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ എന്നുള്ളതാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം. ക്യാപിറ്റൽ കാഠ്മണ്ഡു. അല്ലെ, ക്യാപിറ്റൽ എന്താണ്? കാഠ്മണ്ഡു ആണ്. ലൊക്കേഷൻ എവിടെയാണ്? ഏഷ്യയുടെ സൗത്ത്, ബോർഡർഡ് ബൈ ചൈന, ഇന്ത്യ. സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇന്ത്യ ആണ് അല്ലെ നേപ്പാളിൽ വരുന്നത്. ബോർഡർഡ് ബൈ ചൈന, ഇന്ത്യ, സൗത്ത് ഏഷ്യ. സോ അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ജോഗ്രഫി ഡിവേഴ്സ്, ഫീച്ചറിംഗ് ദി ഹിമാലയൻ പീക്സ്, സൈറ്റ് ഓഫ് ദ വേൾഡ് 10 ഹൈയസ്റ്റ്. അതുപോലെ തന്നെ സബാൽഫിൻ ഹിൽസ് ആൻഡ് ഫെർട്ടൈൽ പ്ലെയിൻസ് ഒക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പോപ്പുലേഷൻ എത്രയാണ്? ഒരു 2024 കണക്കെടുപ്പ് പ്രകാരം അവിടെ ഒരു 31 മില്യണിൽ കൂടുതൽ ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു കണക്കെടുപ്പ് പറയുന്നത്. അതിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പഠിക്കാൻ കുഴപ്പമില്ല. നേപ്പാളിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് നേപ്പാളി എന്നുള്ളതാണ്. കറൻസി എന്ന് പറയുന്നത് നേപ്പാളീസ് റുപ്പി, NPR എന്നുള്ളതാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഇക്കണോമി അഗ്രികൾച്ചറൽ, ടൂറിസം, ഹൈഡ്രോ ഇലക്ട്രിക് ആൻഡ് റെമിറ്റൻസ് ഒക്കെയാണ് അവിടുത്തെ ഇക്കണോമിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് ഒഫീഷ്യൽ നെയിം നിങ്ങൾ മറന്നു പോകരുത്, ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാവേ. ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ എന്നുള്ളതാണ് ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാപിറ്റൽ കാഠ്മണ്ഡു ആണ്. അതുപോലെ തന്നെ ഇന്ത്യ ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഹിമാലയൻ പീക്ക്, എയ്റ്റ് ഓഫ് ദ വേൾഡ് 10 ഹൈയസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി കണ്ടോ ഇതിന്റെ ഫ്ലാഗ് കണ്ടോ? എല്ലാ ഫ്ലാഗിനെയും പോലെയല്ല നേപ്പാളിന്റെ ഫ്ലാഗ്, ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. നേപ്പാളിനെ കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയുകയാണെങ്കിൽ, ലോർഡ് ബുദ്ധയുടെ ബർത്ത് പ്ലേസ് നേപ്പാൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളാണ്. നമ്മളത് പറഞ്ഞു. മൗണ്ട് എവറസ്റ്റ് നേപ്പാൾ. റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും അല്ലെ, റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കും. പക്ഷേ നോൺ റെക്ടാംഗിൾ ആയിട്ടുള്ള ഒരു നാഷണൽ ഫ്ലാഗ് ലോകത്തിൽ ഒരൊറ്റ രാജ്യത്തിന് മാത്രമേ ഉള്ളൂ, അത് നേപ്പാൾ. ക്ലിയർ? അപ്പൊ അത് മറന്നുപോയില്ല, അതിനാണ് ഞാൻ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പിക്ചർ ഇനി മറന്നുപോയില്ലല്ലോ. ഇനി അതിന് യൂണിക് ഓൾട്ടിറ്റ്യൂഡൽ വേരിയേഷൻസ് ആണ് ഉള്ളത്. ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അവിടെയുണ്ട്. റിച്ച് കൾച്ചറൽ ടാപ്പസ്ട്രി വിത്ത് ഓവർ 120 ലാംഗ്വേജസ്, 120ഓളം ലാംഗ്വേജസും 80 എത്നിക് ഗ്രൂപ്പുകളാണ് നേപ്പാളിലുള്ളത്. സോ നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റീസ് എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രത്യേകത. ക്വസ്റ്റ്യൻ ആൻസർ പറയല്ല, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തരും. ഇനി അക്കോർഡിംഗ് ടു യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ, 4ാമത്തെ ചോദ്യമാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് റെക്കോർഡഡ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ്, ഏറ്റവും കൂടുതൽ അവയവദാനം ഇന്ത്യയില് ഏത് സംസ്ഥാനമാണ് അതില് ഫസ്റ്റിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏത് സംസ്ഥാനമാണ് ഇത്? എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. കാര്യം ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് അല്ലേ ഫുൾ നോക്കുന്നത്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി, വിച്ച് സ്റ്റേറ്റ് ഹാസ് റെക്കോർഡഡ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് ഓർഗൻ ഡൊണേഷൻസ് ഇൻ ഇന്ത്യ? അതും തെലങ്കാനയാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും തെലങ്കാനയാണ്. നോക്കിക്കേ, യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഏറ്റവും കൂടുതൽ അവയവദാനം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലങ്കാനയാണ് കേട്ടോ. ക്ലിയർ? അടുത്ത ചോദ്യമല്ല, തെലങ്കാനയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി, തെലങ്കാന ഹാസ് റെക്കോർഡഡ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് ഓർഗൻ ഡൊണേഷൻസ് ഇൻ ഇന്ത്യ. സ്റ്റേറ്റ് റിസീവ്ഡ് എ നാഷണൽ അവാർഡ് ഫോർ ഇറ്റ്സ് അച്ചീവ്മെന്റ്, which include a cadaver organ donation rate of
4.88 per 10 lakh population in 2024, far exceeding the national average. എത്ര ഡൊണേഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ജീവൻ ദാൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം അവയവദാനം അവിടെ നടന്നിട്ടുള്ളത്. 188 അവയവദാനങ്ങളാണ് നടന്നിട്ടുള്ളത്. 188 അവയവദാനങ്ങൾ 725 കൂടുതൽ ആൾക്കാർക്ക് ജീവൻ കൊടുക്കാനും അവർക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു കാര്യമാണ് അല്ലെ. സോ തെലങ്കാന അല്ലെങ്കിൽ തെലങ്കാന ഹാസ് റെക്കോർഡഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഓർഗൻ ഡൊണേഷൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇൻ കൺട്രി? അപ്പൊ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് ടു അപ്രൂവ് 1 day ഓഫ് പെയ്ഡ് മെൻസ്ട്രൽ ലീവ്? 1 day ഓഫ് പെയ്ഡ് മെൻസ്ട്രൽ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നു, അതും പെയ്ഡ് മെൻസ്ട്രൽ ലീവ് അല്ലെ. പെർ മന്ത്, ഒരു മാസത്തില് ഒരു ദിവസം പെയ്ഡ് മെൻസ്ട്രൽ ലീവ് പ്രൊവൈഡ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഏതാണത്? അത് കേരള അല്ല കേട്ടോ, കർണാടകയാണ്. കർണാടക ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അപ്രൂവ് പെയ്ഡ് മെൻസ്ട്രൽ ലീവ് ഫോർ ഓൾ വിമൻ എംപ്ലോയീസ്. അത് എന്താണ് വിമൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കർണാടകയിലെ ഗവൺമെന്റ് സെക്ടർ മാത്രമാണെന്നല്ല, പ്രൈവറ്റ് സെക്ടറിലുള്ള എല്ലാ വിമൻ എംപ്ലോയീസിനും, പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ബോത്ത് ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ എല്ലാ വിമൻ എംപ്ലോയീസിനും എന്ത് ചെയ്യണം? ഒരു ദിവസത്തെ മെൻസ്ട്രൽ ലീവ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മാൻഡേറ്റിംഗ് 12 paid days annually, 1 per month for women aged 18 to 52. ഒരു ഏജ് ബാർ വെച്ചിട്ടുണ്ട്, 18 to 52 വയസ്സിനിടയിൽ അല്ലെ. മേക്കിംഗ് ഇറ്റ് ഫസ്റ്റ് ഫോർ നാഷണൽ വൈഡ് ഇംപ്ലിമെന്റേഷൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ദിസ് പ്രോഗ്രസീവ് പോളിസി ഇൻക്ലൂഡ് IT ഫേംസിന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫാക്ടറീസ്, ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഫോർമലൈസിംഗ് മെൻസ്ട്രൽ ഹെൽത്ത് ആസ് എ വേൾഡ് കൺസേൺ. സോ കർണാടക ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അപ്രൂവ് paid menstrual leave for all women employees for both in both public and private sector. Okay. ആറാമത്തെ ചോദ്യം ഇതാണ്. കൂടുതലും സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ഇനാഗുറേഷൻസ് ആണ് കൂടുതൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ അവസാനം ഉണ്ടല്ലോ, ഇവിടെ അവസരം നമുക്കൊരു ഓവറോൾ വ്യൂ നമുക്ക് എടുക്കാം കേട്ടോ. ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളതിനെ കുറിച്ചൊരു ഓവറോൾ വ്യൂ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ലോഞ്ച് എ ലാർജ് സ്കെയിൽ ജീനോം സീക്വൻസിംഗ് പ്രോജക്ട് ഫോക്കസ്ഡ് ഓൺ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്? ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ലാർജ് സ്കെയിൽ ജീനോം സീക്വൻസിംഗ് പ്രോജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? വരൂ. ഗുജറാത്ത് become the first in India to launch tribal focused genome sequencing project. Tribal focused genome, ഗുജറാത്ത്, മറന്നു പോകരുത്. ഓക്കെ, genome sequencing project. Right answer is ഗുജറാത്ത്. ഓക്കെ, അടുത്ത ചോദ്യം. which city ആണ് in India has the best public transport system? ഏതായിരിക്കും ആ സിറ്റി? നിങ്ങൾ ഒന്ന് ആലോചിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. which city in India has the best public transport system? ഏതായിരിക്കും? ഒന്ന് കറക്കി കുത്തി ഒന്ന് കമന്റ് ചെയ്യൂ, നോക്കട്ടെ എന്താണ് റൈറ്റ് ആൻസർ ആണോ എന്ന് നോക്കാം. നിങ്ങൾ വിചാരിക്കാത്ത ഒരു സിറ്റി ആവാനാണ് ചാൻസ്. നമുക്ക് നോക്കാം ഏതാണ്. റൈറ്റ് ആൻസർ ഈസ് ചെന്നൈ. ഓക്കെ, ചെന്നൈയിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. എന്താണ് അവാർഡ്? സിറ്റി വിത്ത് ദ ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നുള്ളതാണ് അവാർഡ് ടു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെന്നൈ. When എപ്പോഴായിരുന്നു ഇത് പ്രസന്റ് ചെയ്തത്? പ്രസന്റ് അറ്റ് ദ അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സ്പോ 2025. മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? ഇലക്ട്രിക് ബസ്സസ് ആണ്, അതുപോലെ തന്നെ ലോ ഫ്ലോർ ബസ്സസും ഓവറോൾ സർവീസ് എക്സലൻസ് ആയതുകൊണ്ടാണ് ഇൻ ദ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നുള്ളൊരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. സിറ്റി വിത്ത് ദ ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഒരിക്കലും വിചാരിച്ചില്ല അല്ലെ, ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാമും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ കൂടി പക്ഷേ അവിടെ ഇലക്ട്രിക് ബസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ക്ലീൻ മൊബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സസിബിലിറ്റി, ലോ ഫ്ലോർ ബസ്സസ് ആയതുകൊണ്ട് ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും കമ്പാരിറ്റീവ്ലി ദ ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാണ്? ചെന്നൈയാണ്. ഓക്കെ, അടുത്തത്. ഹു വാസ് സെലക്ടഡ് as the CM ഓഫ് ബീഹാർ? ബീഹാറിലെ CM 10ാമത്തെ തവണ വീണ്ടും, അതായത് 10 തവണയും അവിടുത്തെ ബീഹാറിലെ CM ആയിട്ട്, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. 10ാമത്തെ തവണയും ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? നിതീഷ് കുമാർ ടു ടേക്ക് ഓത്ത് as the Bihar CM for the record 10th time. Okay, നിതീഷ് കുമാർ. അടുത്തത്. According to NCRB report, which state reported the highest number of cyber crime cases? അപ്പോ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കേരളമാണോ അതോ ഏതാണ് സ്റ്റേറ്റ്?
നമുക്ക് ഇന്ത്യയിലെ തന്നെ സ്റ്റേറ്റ് ആണ് വിച്ച് സ്റ്റേറ്റ് അല്ലെ അക്കോർഡിംഗ് ടു NCRB റിപ്പോർട്ട് ആണ്. ഇപ്പൊ ഇന്ത്യയിലെ സ്റ്റേറ്റ് വിച്ച് സ്റ്റേറ്റ് റിപ്പോർട്ടഡ് വിച്ച് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലാണ് കേട്ടോ. നമ്മൾ ഇന്ത്യ എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൂടി മനസ്സിലാക്കുക. വിച്ച് സ്റ്റേറ്റ് റിപ്പോർട്ടഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സൈബർ ക്രൈം കേസസ്. കേരളം അല്ല കേട്ടോ, പേടിക്കേണ്ട. അത് റൈറ്റ് ആൻസർ ഇസ് കർണാടക. കർണാടക അവിടെയാണ് ഏറ്റവും കൂടുതൽ പക്ഷെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസ് നടക്കുന്നത് കേരളത്തിലാണെങ്കിൽ കൂടി സൈബർ കേസസ് റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണ്. അപ്പൊ ഇൻക്രീസ് ഫ്രം അവിടെ 4.8% 2022. അതിന്റെ ഇരട്ടി ആവാറായിട്ടുണ്ട് 2023. അപ്പൊ 24 കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആയിട്ടുണ്ടാവും, ഇരട്ടി ആയിട്ടുണ്ടാവും അല്ലെ. കർണാടക റിപ്പോർട്ടഡ് ഉണ്ടോ 21,889 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ ആരുണ്ട്? തെലങ്കാന ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ ഉത്തർപ്രദേശും ഉണ്ട്. അപ്പൊ എല്ലാവരും തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി റിമെയിൻ ദ വേൾഡ് ഇന്നോവേഷൻ ലീഡർ ഫോർ ദ 15th ഇയർ ഇൻ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025 റാങ്കിങ്. അപ്പൊ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഫസ്റ്റ് പ്രൈസ് ഇന്ത്യയുടെ റാങ്ക് നിങ്ങൾക്ക് അറിയാമോ? ഇന്ത്യയുടെ റാങ്ക് ചോദിക്കുകയാണെങ്കിൽ 38 ആണ്, മറന്നു പോകരുത് കേട്ടോ. നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് റാങ്കിങ് ആണ്, ദാറ്റ് ഈസ് സ്വിറ്റ്സർലാൻഡ്. ആദ്യത്തെ റാങ്കിങ് വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡും, രണ്ടാമത് സ്വീഡൻ, മൂന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നാലാമത് റിപ്പബ്ലിക് ഓഫ് കൊറിയ. നമുക്ക് വേണമെങ്കിൽ ഒരു ചൈന 10ാമത് എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കി നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 38 ആണ്. ഓക്കെ, നമ്മൾ ഓവറോൾ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ 2025 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CA കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മളിപ്പോ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഫ്രഷ് അല്ലെങ്കിൽ ഓരോ ഓവറോൾ പിക്ചർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഇന്റർനാഷണൽ അഫയേഴ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് അതിനെ കുറിച്ചിട്ട് പറയുന്നു, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചറിനെ കുറിച്ച് പറയുന്നു. കാര്യം ഈ ബേസിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കാറ് എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇതായിരിക്കും വരിക. സ്പോർട്സ്. അപ്പൊ ഈ 4 ടോപ്പിക്കുകളിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ഇന്റർനാഷണൽ അഫയേഴ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. പഹൽഗാം അറ്റാക്ക് ഒക്കെ നടന്നൊരു വർഷമാണ്, ഏപ്രിലായിരുന്നു അല്ലെ. ഇനിയും ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടന്നത് ഈ ഒരു വർഷം തന്നെയാണ്. ന്യൂ പോപ്പിന് നമുക്ക് ലഭിച്ചത് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് വാസ് എലക്ടഡ് ആസ് ദ ഫസ്റ്റ് അമേരിക്കൻ പോപ്പ്. അതും 2025 തന്നെയാണ്. ഇനി എൻവയോൺമെന്റ് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുനെസ്കോ റെക്കഗ്നിഷൻ. ദീപാവലി വാസ് inscribed on the UNESCO Intangible Cultural Heritage List and the Maratha Military Landscape were designated as a World Heritage Site. അതും 2025 തന്നെയാണ്. എൻവയോൺമെന്റൽ അവാർഡ്സ് പ്രൊവൈഡ് ചെയ്തതും 2025 തന്നെയാണ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പേടെക്സ് മിഷൻ, അതായത് എന്താണ്, സ്പേസ് ഡോക്കിംഗ് മിഷൻ ആണ് സ്പേടെക്സ് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് 2025 തന്നെയാണ്. പിന്നെ ISS വിസിറ്റ്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭാംശു ശുക്ല become the first Indian to visit the ISS International Space Station as part of the private Axiom mission. അതും 2025 തന്നെയാണ്, ശുഭാംശു ശുക്ല അല്ലെ. ഇനി ഇൻഫ്രാസ്ട്രക്ചർ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരുപാട് ഇനാഗുറേഷൻസ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ദ ന്യൂ പാമ്പൻ ബ്രിഡ്ജ്, ഇന്ത്യസ് ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ആൻഡ് ദ വേൾഡ് ഹയസ്റ്റ് റെയിൽവേ ആർക്ക് ബ്രിഡ്ജ് ഓവർ ദ ചെഹാൻപൂർ. അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാമ്പൻ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തു, വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ ആർക്ക് ബ്രിഡ്ജ് ഒക്കെ ഇനാഗുറേറ്റ് ചെയ്തത് ഈ വർഷം തന്നെയാണ്. വേൾഡ് ഫസ്റ്റ്, അൽബേനിയ അപ്പോയിന്റഡ് ഇറ്റ്സ് ഫസ്റ്റ് AI ക്യാബിനറ്റ് ഡെല്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ എലക്ടഡ് ആയിരിക്കുകയാണ്. ഡെല്ല എന്നാണ് പേര്. അപ്പൊ ലോകത്തിലെ തന്നെ അൽബാനിയയിലാണ് അത് ഡെല്ല അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് AI ക്യാബിനറ്റ് മിനിസ്റ്റർ. അത് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. AI ക്യാബിനറ്റ് മിനിസ്റ്റർ ഡെല്ല. ഓക്കെ, ഇനി സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഇന്ത്യ ടൈറ്റിൽ വോൺ ചെയ്തിട്ടുണ്ട്. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? ന്യൂസിലാൻഡിനെയാണ് ഫൈനലിൽ ഡിഫീറ്റ് ചെയ്തത്. ഇനി വിമൻസ് വേൾഡ് കപ്പ് എടുക്കുകയാണെങ്കിൽ ടൂർണമെന്റ് ആദ്യമായിട്ടാണ് ഇന്ത്യ അതിൽ വോൺ ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്കയാണ് ഡിഫീറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ന്യൂസിലാൻഡിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. വിമൻസ് വേൾഡ് കപ്പ് 2025 ആണെങ്കിൽ ഇന്ത്യ വോൺ ദ ടൂർണമെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 2025 ഡിഫീറ്റിംഗ് സൗത്ത് ആഫ്രിക്ക. സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം ആയതുകൊണ്ടാണ്. നമ്മൾ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, സൗത്ത് ആഫ്രിക്ക ഡിഫീറ്റഡ് ഓസ്ട്രേലിയ അറ്റ് ലോർഡ്സ് ടു ബിക്കം ദ 2025 ചാമ്പ്യൻസ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സൗത്ത് ആഫ്രിക്ക വിജയിച്ചു. Other sports, Divya Deshmukh became the first woman Indian FIDE Women's Cup. India also won its first WS squash. അപ്പം അതൊക്കെയാണ് സ്പോർട്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വിധം നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ടക്ക് 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 നിങ്ങൾക്ക് വേണമെങ്കിൽ
വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.